വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാങ്ങ മപ്പാസ്. അതിനുവേണ്ടി ഒരു സവാള അരിഞ്ഞത്, ഒരു മാങ്ങ അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, 2-3 പച്ചമുളക് എന്നിവ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വയ്ക്കുക. എന്നിട്ട് ഒരു തേങ്ങ അരച്ചതിൻ്റെ പാല് എടുത്ത് വയ്ക്കണം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഉള്ളി, പച്ചമുളക്, സവാള എന്നിവ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് മാങ്ങ ചേർത്ത് മാങ്ങ വാടി വരുന്നത് വരെ വീണ്ടും ഇളക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ചേർത്ത പൊടികളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് തിളച്ച് കറി കുറുകി വന്നു കഴിഞ്ഞാൽ വാങ്ങി വയ്ക്കാവുന്നതാണ്. കറിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. തിളച്ച് കഴിഞ്ഞാൽ കറി റെഡി. ഇപ്പോൾ മാങ്ങ മപ്പാസ് റെഡിയായി കഴിഞ്ഞു. നിങ്ങളിതുപോലെ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മാങ്ങ മപ്പാസ്.